വെൽക്കം ബാക്ക് ടു മാഗ്നം അക്കാഡമി. 15th ചാപ്റ്റർ ആയിട്ടുള്ള ഐ മസ്റ്റ് നോ ദ ട്രൂത്തിലെ സെക്ഷൻ 3 ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ സെക്ഷൻ 3, വാട്ട് മേക്സ് എ മദർ ലവ് ഹെർ ചൈൽഡ്? എന്താണ് അവളുടെ ഒരു അമ്മ ആ കുട്ടിയെ സ്നേഹിക്കാനുള്ള കാരണം, ഒരു കുട്ടിയെ സ്നേഹിക്കുന്നതിനുള്ള കാരണം? ഡസ് ഷീ ലവ് ഹെർ ചൈൽഡ് ബിക്കോസ് ഷീ ഗിവ്സ് ബർത്ത് ടു ഇറ്റ്? അപ്പോൾ ഒരു അമ്മ കുട്ടിയെ ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ജന്മം കൊടുത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസവിച്ചത് കൊണ്ടാണോ അമ്മ ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നത്? ഓർ ഇറ്റ് ബിക്കോസ് ഷീ കെയർസ് ഫോർ ഇറ്റ്, അല്ലെങ്കിൽ അമ്മ അതിന് കൂടുതൽ കെയർ കൊടുക്കുന്നത് കൊണ്ടാണോ? അല്ല ഷെയർസ് എ ചൈൽഡ്സ് ജോയ് ആൻഡ് സോറോ ഓവർ ഇയേഴ്സ്, അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ആ കുട്ടിയുടെ സന്തോഷവും വിഷമമൊക്കെ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണോ? വാട്ട് ഡസ് ആരാധനാസ് മദർ ബിലീവ്? ആരാധനയുടെ അമ്മയുടെ വിശ്വാസം എന്താണെന്നാണ് നമ്മൾ ഇനിയുള്ള സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. Within seconds, I returned with my mother to the makeup room, but Aradhana was not there. Where is she? asked my mother. What happened? അപ്പം നേരത്തെ കഴിഞ്ഞ സെക്ഷനിലും ഈ ആരാധനയുടെ ഗ്രാൻഡ് മദർ ആരാധനയുടെ സഹോദരിയായിട്ടുള്ള സിമിയോട് അമ്മയെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു, അതായത് സുനിതയെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ സുനിത ആരാധനയുടെ അമ്മയും ഈ സഹോദരിയായിട്ടുള്ള സിമിയും കൂടി മേക്കപ്പ് റൂമിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ആരാധനയില്ല. അപ്പോൾ അമ്മ ചോദിച്ചു, എവിടെ പോയി, എന്താണ് ഇവിടെ സംഭവിച്ചത്? On Premila's eyes were hard. She left through this door, Sunita, and it's your fault. You should have told her that child earlier. Premila said to my mother in a voice that made my flesh creep. What don't you mind your own business? For heaven's sake, how could you tell her now? അപ്പം ആ സമയത്ത് ആരാധന അവിടെ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ സുനിതയോട്, അതായത് ഈ അമ്മേനോട് പ്രമീള ആൻറ്റി പറഞ്ഞു, ഒരു ഡോർ ചൂണ്ടി കാണിച്ചിട്ട് ഷീ ലെഫ്റ്റ് ത്രൂ ദിസ് ഡോർ. അപ്പോൾ ഈ ഡോറിലൂടെയാണ് അവൾ പോയത്. ആൻഡ് ഇറ്റ്സ് യുവർ ഫോൾട്ട്, ഇത് നിൻ്റെ തെറ്റാണ്. നീ നിൻ്റെ കുട്ടിയോട് ഈ സത്യം മുന്നേ തന്നെ പറയണമായിരുന്നു. യു ഷുഡ് ഹാവ് ടോൾഡ് ദാറ്റ് ചൈൽഡ് ഏർലിയർ. പ്രമീള സെഡ് മൈ മദർ ഇൻ എ വോയിസ് ദാറ്റ് മെയ്ഡ് മൈ ഫ്ലഷ് ക്രീപ്പ്. പ്രമീള, നീ ഈ സമയത്ത് തന്നെ ഈ കാര്യം ആരാധനയോട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. നിനക്ക് നിൻ്റെ കാര്യം മാത്രം, വാട്ട് ഡോണ്ട് യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നിനക്ക് നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരായിരുന്നോ? എന്തിനാണ് ഈ സമയത്ത് ആരാധനയോട് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്ന് കുറച്ച് ദേഷ്യത്തോടെ ഈ മദർ സുനിത പ്രമീളയോട് പറഞ്ഞു. Pulling me along, she shot past Aunt Pramila through the door and down into the backyard, and there we stood on the pebbled ground scanning the empty yard helplessly. അപ്പോൾ അങ്ങനെ പ്രമീള ആൻറ്റീൻ്റെ അവിടെ നിന്ന് വേഗം സിമിയും അമ്മയും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഫുൾ പെബിൾ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് ചരളൊക്കെ ഉള്ള ഗ്രൗണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നിട്ട് ചുറ്റുഭാഗം തെച്ച് ഇങ്ങനെ അമ്മയും സിമിയും കൂടി ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ആരാധന കോൾഡ് മൈ മദർ സോഫ്റ്റ്ലി. അപ്പം ആരാധന ഒരു സോഫ്റ്റോടെ, ഒരു മയത്തോടെ ആരാധന എന്നിങ്ങനെ വിളിച്ചു. ദർ വാസ് നോ ആൻസർ. ആരാധന, ഷീ ക്രൈഡ് beseechingly, do you hear me? Aradhana darling, answer me this time more desperately. The soft wind. അപ്പോൾ ചുറ്റും നോക്കി, എവിടെ ആരാധനയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഒരു റെസ്പോൺസും ഉണ്ടായില്ല. അപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് എല്ലായിടത്തും ആരാധനയെ പരുതാൻ തുടങ്ങി. The soft wind carried her voice away but brought no response. Search for her at the back. My mother turned. I'll check the car park. I turned and started walking in a daze when suddenly I heard a muffled cry followed by another cry, fierce, full of hate. I knew that my mother had found her. അപ്പോൾ അവരങ്ങനെ അതിലൊരാൾ കാർ പാർക്ക് ചെയ്യുന്ന ആ ഭാഗത്തുണ്ടോ എന്ന് ആരാധനയെ നോക്കാൻ വേണ്ടി പോയി. അങ്ങനെ സിമിയും അമ്മയും രണ്ട് ഭാഗത്തേക്ക് പോയി. പെട്ടെന്ന് സിമി ഒരു കരച്ചിൽ കേട്ടു, അതിൻ്റെ കൂടെ തന്നെ വേറൊരു കരച്ചിലും കേട്ടു. അപ്പോൾ സിമിക്ക് മനസ്സിലായി സിമിയുടെ അമ്മ ആരാധനയെ കണ്ടുമുട്ടിയെന്നും അവർ രണ്ടാളും കരയണമെന്നതും മനസ്സിലായി. ഐ ടേൺഡ് ആൻഡ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഇൻ എ ഡേസ് ആൻഡ് സഡൻലി ഐ ഹേർഡ് എ മഫിൾഡ് ക്രൈ ഫോളോഡ് ബൈ അനദർ ക്രൈ. അതാണ് രണ്ട് കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. I knew then that my mother had found her. They stood under a peepal tree, facing each other. My sister, tall, broad-shouldered, was looking down at my mother. Aradhana pulled out the flowers from her hair. She cried, "You deceived me, you and Papa, all of you. I hate you. I hate all of you, everybody, everything." അപ്പോൾ സിമി നോക്കുമ്പോൾ ആരാധനയും അമ്മയും ഒരു പീപ്പിൾ ട്രീൻ്റെ താഴെ ചുവടിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആൻഡ് അപ്പോൾ സിസ്റ്ററിന് പറയണം, മൈ സിസ്റ്റർ ടോൾ ബ്രോഡ് ഷോൾഡേഡ്, അപ്പം നല്ല വീതിയൊക്കെ ഉള്ള ഷോൾഡറൊക്കെ ആയിട്ടുള്ള നല്ല ഹൈറ്റൊക്കെ ഉള്ള എൻ്റെ സിസ്റ്റർ ഇങ്ങനെ അമ്മേൻ്റെ നേരെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ആരാധന പുൾഡ് ഔട്ട് ദ ഫ്ലവേഴ്സ് ഫ്രം ഹെർ ഹെയർ. അപ്പം ആരാധന നേരത്തെ പറഞ്ഞ ആ
തലയിൽ പൂക്കളൊക്കെ ചൂടിയിട്ടുണ്ടായിരുന്നല്ലോ ഭരതനാട്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ തലയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് കരഞ്ഞുകൊണ്ട് പറയണ യു ഡിസീവ്ഡ് മീ. ഡിസീവ്ഡ് എന്ന് വെച്ചാൽ വഞ്ചിക്കുക. നിങ്ങളെല്ലാവരും എന്നെ ഡിസീവ് ചെയ്തു. യു ആൻഡ് പപ്പ, അച്ഛനും അമ്മയും എല്ലാവരും ഡിസീവ് ചെയ്തു. എല്ലാവരും എന്നെ ഡിസീവ് ചെയ്തു. എല്ലാവരും എന്നെ വഞ്ചിച്ചു. ഐ ഹേറ്റ് യു. ഞാൻ നിങ്ങളെ വെറുക്കുന്നു. ഐ ഹേറ്റ് ഓൾ ഓഫ് യു. ഞാൻ എല്ലാവരെയും വെറുക്കുന്നു. എവ്രിബഡി എവ്രിതിങ്. എല്ലാവരെയും ഞാൻ വെറുക്കുവാണെന്ന് ആരാധന പറഞ്ഞു. നോ ആരാധന, ഐ പ്ലീഡഡ്. അപ്പോൾ സിമി പറഞ്ഞു, അല്ല ആരാധന, അങ്ങനെയല്ല, അങ്ങനെ ഡോണ്ട് സേ ദാറ്റ്, അങ്ങനെയൊന്നും പറയല്ല, പ്ലീസ് ഡോണ്ട് സേ ദാറ്റ്. ഷീ ഡിൻ സീ മീ നോർ ഡിഡ് ഷീ ഹിയർ മീ. അപ്പോൾ സിമി പറയുന്നതൊന്നും ആരാധന കാണുന്നു ഇല്ല, കേൾക്കുന്നുമില്ല. ഹെർ ഷോൾഡേഴ്സ് ട്രംബിൾഡ് ആസ് ഷീ ടേൺഡ് എവേ ഫ്രം ബോത്ത് മദർ ആൻഡ് മീ. അപ്പോൾ ആരാധന ഈ അമ്മയുടെയും സിമിയുടെയും അടുത്തുനിന്ന് മുഖം തിരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. ആരാധന, മൈ മദർ സെഡ് ക്വയറ്റ്ലി, വി ലവ് യു മൈ ചൈൽഡ് ആൻഡ് ബിലീവ് me, we will always love you. You are our child. For almost 18 years I have cared for you. അപ്പോൾ ആരാധന മൈ മദർ സെഡ് ക്വയറ്റ്ലി. അപ്പം ഈ സിമിയുടെ അമ്മയായിട്ടുള്ള സുനിത ആരാധനയോട് പറഞ്ഞു, ആരാധന, വി ലവ് യു മൈ ചൈൽഡ്. നമ്മൾ നിന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. നീ നമ്മളെ വിശ്വസിക്കുകയും ചെയ്യണം. അതുപോലെ നമ്മളെപ്പോഴും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. യു ആർ അവർ ചൈൽഡ്. നീ നമ്മളെ മോള് തന്നെയാണ്. ഫോർ ഓൾമോസ്റ്റ് 18 ഇയേഴ്സ് ഐ ഹാവ് കെയർഡ് ഫോർ യു. അപ്പോൾ ഏകദേശം 18 വർഷത്തോളം ഞാൻ നിന്നെ പരിപാലിച്ചിട്ടുണ്ട്. ഐ ഹാവ് ലോഫ്ഡ് വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെ ചിരിച്ചിട്ടുണ്ട്. ക്രൈഡ് വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെ കരഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ഗിവൺ യു 18 ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്. എൻ്റെ 18 വർഷം നിൻ്റെ ജീവിതത്തിൽ 18 വർഷം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഡോണ്ട് യു തിങ്ക് ദാറ്റ് കൗണ്ട്സ് മോർ ദാൻ ബീയിങ് ക്യാരിഡ് ഇൻ 9 months ഇൻസൈഡ് മൈ വോം. അപ്പോൾ എൻ്റെ ഗർഭപാത്രത്തിൽ 9 മാസം നീ ജീവിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നീ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ 18 വർഷം ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ? അത് അതിനേക്കാളും വലുതല്ലേ? ടെൽ മീ ഡിയർ, എന്നോടത് പറ. അപ്പോൾ ദർ വാസ് നോ ആൻസർ. ആരാധന ഒന്നും മിണ്ടിയില്ല. ആരാധന entreated my mother softly, answer me, I don't know, sobbed my sister. അപ്പം ആരാധന എന്നോട് പറയുമെന്ന് പറഞ്ഞു. അപ്പം ആരാധന പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ആരാധന കരഞ്ഞു. ഷീ buried her face in her hands and all I could hear was the smothered echo of her baffled cry, I don't know. ബട്ട് ഐ നോ, സെഡ് മൈ മദർ ക്വയറ്റ്ലി. അപ്പോൾ അമ്മ ആരാധന പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കറിയാം, പപ്പ ആൻഡ് സിമി നോ. പപ്പക്കും അറിയാം, സിമിക്കും അറിയാം. അപ്പോൾ സിമീനെ നോക്കിയിട്ട് അമ്മ അത് പറയുമ്പോൾ സിമി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തലയാട്ടി കൊടുത്തു. അതായത് സിമിക്കും എല്ലാം അറിയാം ആരാധന അത്ര ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ആരാധനക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. ലുക്ക് ഡാർലിംഗ്, ലുക്ക് അറ്റ് ദിസ് നെക്ലേസ് പപ്പ ആൻഡ് ഐ ബ്രോട്ട് ഇറ്റ് ഫോർ യു. അപ്പോൾ നോക്ക് ആരാധന, ഈ നെക്ലേസ് കണ്ടു. അപ്പോൾ ആരാധനക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഒരു നെക്ലേസ് ആയിരുന്നു നേരത്തെ പറഞ്ഞത്. അത് പപ്പ ആൻഡ് ഐ ബ്രോട്ട് ഇറ്റ് ഫോർ യു. അപ്പം നിനക്ക് വേണ്ടിയിട്ട് പപ്പയും ഞാനും കൂടി കൊണ്ടുവന്നതാണ്. വി വാണ്ട് യു ടു വെയർ ഇറ്റ് ടുഡേ. നമുക്ക് ഇന്നത് നീ അണിയണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. ദിസ് ഈസ് ജസ്റ്റ് വൺ വേ ഓഫ് ടെല്ലിങ് യു ഹൗ മച്ച് വി ലവ് യു, ഹൗ മച്ച് വി കെയർ. അപ്പം ഇത് നമ്മൾ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. കുറേ വഴികളിൽ നിന്ന് ഒരു വഴിയാണിത്. അപ്പോൾ നമ്മൾ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ നിന്നെ കെയർ ചെയ്യുന്നുണ്ട് എല്ലാം നീ മനസ്സിലാക്കണം. മൈ സിസ്റ്റർ ടേൺഡ് ആൻഡ് ഫിക്സ്ഡ് ഹെർ ഗേസ് ഓൺ ദ സ്മോൾ ബോക്സ് ഇൻ മൈ മദേഴ്സ് എക്സ്റ്റെൻഡഡ് ഹാൻഡ്. അപ്പം ആരാധനയുടെ അമ്മ ഇങ്ങനെ ആ നെക്ലേസ് ബോക്സ് ഇങ്ങനെ ആരാധനയോട് നീട്ടിക്കൊണ്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആരാധന ആ നെക്ലേസ് ബോക്സിലേക്കൊന്ന് നോക്കി. ഷീ ഡിൻ മൂവ്. മൈ മദർ took out the delicate necklace from the box and pressed into sister's hand. അപ്പോൾ ആ ബോക്സിൽ നിന്ന് ആ നെക്ലേസ് അമ്മ എടുത്തിട്ട് അത് ആരാധനയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. ഡോണ്ട് യു ഫീൽ മൈ ലവ് ഫോർ യു ആരാധന, കാൺട്ട് യു ഫീൽ ഇറ്റ്. അപ്പം നമ്മളെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം നിനക്ക് ഇത് മനസ്സിലാവുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ആരാധനക്ക് ആ നെക്ലേസ് കൊടുത്തു. മൈ സിസ്റ്റർ whimpered pitifully. Ask yourself, said my mother, and if you are the daughter I know, the daughter I love, you will come back into the hall and get onto the stage and dance. ഇപ്പോൾ ആരാധനയുടെ അമ്മ ആരാധനയോട് പറയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന മകളാണ് നീയെങ്കിൽ നീ ഇപ്പം തന്നെ ഹാളിലേക്ക് വന്ന് ആ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കും. ബിക്കോസ് ഷീ അസേർട്ടഡ് ഫാമിലി, നത്തിങ് ഹാസ് ചേഞ്ച്ഡ് ടുഡേ, നത്തിങ് അറ്റ് ഓൾ. മദർ ഹെൽഡ് ഹെർ ഫോർ എ മിനിറ്റ് ആൻഡ് ദെൻ ടേൺഡ് ആൻഡ് ലെഫ്റ്റ്.
അപ്പം നമ്മൾ ഇത്രയും കാലം കാണിച്ച സ്നേഹം നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ നീ ഈ സത്യം അറിഞ്ഞത് കൊണ്ട് ഒന്നും ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, ഒരു മാറ്റവും നിൻ്റെ ജീവിതത്തിലോ നമ്മളെ ജീവിതത്തിലോ സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ കാണിച്ച സ്നേഹത്തിന് നീ ഇത്രയും കാലം അത് സ്നേഹമായിട്ട് കണ്ട് അല്ലെങ്കിൽ അതിനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നീ പോയിട്ട് ഡാൻസ് കളിക്കണം എന്നും പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് തിരിഞ്ഞു നടന്നു. മമ്മി ഐ ക്രൈഡ്, യു കാൺ ലീവ് ഹെർ അലോൺ. അപ്പം സിമി പറയണം അമ്മേ, എന്നിട്ട് കരഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്, അമ്മക്കിപ്പോൾ അവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല, ഹെൽപ്പ് ഹെർ പ്ലീസ്, അപ്പോൾ അവളെ ഒന്ന് സഹായിക്കണം. മദർ ഡിഡ്ന്റ് ലുക്ക് അറ്റ് മീ ആസ് ഷീ ആൻസേർഡ് ഇൻ എ ഡെഡ് വോയിസ്, ഐ കാൺ ഹെൽപ്പ് ഹർ more than I have Simi, nobody can. She has to herself see the truth, and the sooner she does it, the better it is. She fell silent, but from the way she held up her head, I knew she was crying. അപ്പം സിമി ഇങ്ങനെ പറഞ്ഞു, ഇപ്പം സഹായിക്കുന്ന പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, എനിക്ക് ഇതിൽ കൂടുതൽ അവളെ സഹായിക്കാനൊന്നും കഴിയില്ല, അവൾ ആ ട്രൂത്ത് എന്തായാലും, ആ സത്യം എന്തായാലും അവൾ ഫേസ് ചെയ്തിരിക്കണം. പിന്നെ ആൻഡ് സൂണർ ഷീ ഡസ് ഇറ്റ് ദ ബെറ്റർ ഇറ്റ് ഈസ്. അപ്പോൾ എത്ര പെട്ടെന്ന് അവൾ ആ സത്യം മനസ്സിലാക്കിയോ അത്രയും വേഗം തന്നെ അവൾക്ക് അത്രയും നല്ലത്. ഷീ ഫെൽ സൈലൻറ്റ്, പിന്നെ അവൾ മിണ്ടാതിരുന്നു. ബട്ട് ഫ്രം ദ വേ ഷീ ഹെൽഡ് ഹെർ ഹെഡ് ഐ ന്യൂ ഷി വാസ് ക്രൈങ്. ശരിക്കും അമ്മ കുറച്ച് ദൂരെ നടന്നപ്പോൾ തലയൊന്നിങ്ങനെ ഉയർത്തുന്നുണ്ടായി. അപ്പോൾ അമ്മ കരയുന്നത് സിമി കണ്ടു. അപ്പോൾ ഇനി ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആണ് 16.3. ഒന്നാമത്തത്, ഫോർ ഹൗ മെനി ഇയേഴ്സ് ഹാഡ് ആരാധന ബീൻ വിത്ത് ഹെർ അഡോപ്റ്റഡ് പാരൻസ്. അപ്പം ആരാധന എത്ര വർഷമായിട്ട് ഈ അഡോപ്റ്റഡ് സുനിതയുടെയും പപ്പയുടെയും സിമിയുടെയും കൂടെ ഉണ്ട്, അഡോപ്റ്റഡ് പാരൻസിൻ്റെ കൂടെ ഉണ്ട്? 18 വർഷം. അപ്പോൾ ആൻസർ 18 ഇയേഴ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ 1-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹാഡ് ദേ ഷെയർഡ് ഹെർ ജോയ്സ് ആൻഡ് സോറോസ്. അപ്പോൾ അവരവരുടെ സന്തോഷവും ദുഃഖമൊക്കെ പങ്കുവെച്ചിട്ടുണ്ടോ? യെസ്, ദേ ഷെയർഡ് ദെയർ ജോയ്സ് ആൻഡ് ഹോറോസ്. അപ്പം യെസ് ആണ് ആൻസർ. സി, ഹൗ ഡസ് ആരാധനാസ് മദർ എക്സ്പ്രസ് ദിസ്? പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ്. അപ്പം ആരാധനയുടെ മദർ എങ്ങനെയാണ് അവർ ജോയും സോറോ ഒക്കെ പങ്കുവെച്ചിട്ടുള്ളതെന്ന് ടെക്സ്റ്റിൽ ഒരു സെൻറ്റൻസ് ഉണ്ട്, ആ സെൻറ്റൻസ് കണ്ടെത്താൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആൻസർ, ഫോർ ഓൾമോസ്റ്റ് 18 ഇയേഴ്സ് ഐ ഹാവ് കെയർഡ് ഫോർ യു. അങ്ങനെ പറഞ്ഞിട്ടില്ലേ, 18 വർഷത്തോളം ഞാൻ നിന്നെ കെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ നിൻ്റെ കൂടെ ചിരിച്ചിട്ടുണ്ട്. ഐ ഹാവ് ലാഫ്ഡ് വിത്ത് യു ആൻഡ് ഐ ഹാവ് ക്രൈഡ് ഫോർ യു. ഐ ഹാവ് ഗിവൺ യു 18 ഇയേഴ്സ് ഇൻ മൈ ലൈഫ്. ഡോണ്ട് യു തിങ്ക് ദാറ്റ് കൗണ്ട് മോർ ദാൻ ബീയിങ് ക്യാരിഡ് 9 months ഇൻസൈഡ് മൈ വോം. ആ സെൻറ്റൻസിൽ അതാണ് അതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഗിഫ്റ്റ് ഹാഡ് ആരാധനാസ് പാരൻസ് ഗോട്ട് ഫോർ ഹർ? ആരാധനയുടെ പേരൻസ് എന്ത് ഗിഫ്റ്റാണ് ആരാധനയ്ക്ക് കൊടുത്തത്? ഒരു നെക്ലേസ് ആണ് അല്ലേ? വൈ ഡിഡ് ആരാധനാസ് മദർ ഗിവ് ഇറ്റ് ടു ഹെർ ഓൺ ദ ഡേ ഓഫ് സ്കൂൾ ആനുവൽ ഫങ്ഷൻ? ബിക്കോസ് എന്തുകൊണ്ടാണ് ആ ഗിഫ്റ്റ് സ്കൂൾ ആനുവൽ ഡേ ഫംഗ്ഷൻ ആരാധന കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആരാധനയ്ക്ക് കൊടുക്കാൻ കാരണം എന്തെന്നാൽ അത് അവരെ ഈ അമ്മക്കോ അച്ഛനോ ആരാധനയോടുള്ള ഇഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ട്, ടോക്കൺ ഓഫ് ഹൗ മച്ച് ദേ കെയർ ആൻഡ് ലവ്ഡ് ഹെർ, ടോക്കൺ ഓഫ് ഹൗ മച്ച് ദേ ഹാവ് കെയർഡ് ആൻഡ് ലവ്ഡ് ഹെർ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആരാധനയ്ക്ക് അന്ന് ആ ആനുവൽ ഡേ ഫംഗ്ഷൻ്റെ അന്ന് ആ ഗിഫ്റ്റ് കൊടുക്കാൻ അവർ തീരുമാനിച്ചത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ആരാധനാസ് ഹാർട്ട് ബ്രോക്കൺ? ആരാധന ഇങ്ങനെ ഹാർട്ട് ബ്രോക്കൺ ആവാം, ആരാധനക്ക് അത്രയും വിഷമം വരാൻ എന്താണ് കാരണം? ആരാധന വാസ് ഹാർട്ട് ബ്രോക്കൺ ബിക്കോസ് ഷി വാസ് ടോൾഡ് ദാറ്റ് ഷി വാസ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ്. അപ്പോൾ ആരാധന ദത്തെടുത്ത കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ആരാധനക്ക് അത്രയും വിഷമമായത്. അപ്പോൾ നാലാമത്തത്, നത്തിങ് ഹാസ് ചേഞ്ച്ഡ് ടുഡേ, നത്തിങ് അറ്റ് ഓൾ. ഹൂ സേസ് ദിസ്? അപ്പോൾ ഇന്നൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് ആരാണ് പറഞ്ഞത്? ആരാധനയുടെ മദറാണ് പറഞ്ഞത്. ബി, വാട്ട് ഹാസ് നോട്ട് ചേഞ്ച്ഡ്? എന്താണ് ആരാധനയുടെ മദർ ഒന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞത്? എന്താണ്? അവരുടെ റിലേഷൻഷിപ്പാണ് അല്ലേ? ഹെർ മദർ അല്ലെങ്കിൽ ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ആരാധന ഹാസ് നോട്ട് ചേഞ്ച്ഡ്, അതാണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡസ് ആരാധനാസ് മദർ ആസ് ഹെർ ടു ഡു ടു പ്രൂവ് ഹെർ ലവ് ഫോർ പേരൻസ്? അപ്പോൾ വാട്ട് ഡസ് ആരാധനാസ് മദർ ആസ് ഹെർ ടു ഡു ടു പ്രൂവ് ഹെർ ലവ് ഫോർ ഹെർ പേരൻസ്? അപ്പോൾ ആരാധനയുടെ പേരൻസിനോട് ആരാധനയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യാൻ എന്താണ് ആരാധനയുടെ അമ്മ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? സ്റ്റേജിൽ പോയിട്ട് ഡാൻസ് കളിച്ചിട്ട് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് ആരാധനയുടെ അമ്മ ആരാധനയോട് പറഞ്ഞത്. അതായത് ആരാധനാസ് മദർ ആസ്ഡ് ഹെർ ടു ഗോ ഓൺ ടു സ്റ്റേജ് ആൻഡ് ഡാൻസ് ടു പ്രൂവ് ഹെർ ലവ് ഫോർ ഹെർ പേരൻസ്. ഓക്കെ അല്ലേ? സോ താങ്ക് യു.